എന്റെ ഈശ്വര, ലാത്തി ചാർജ് മടിയും ബഹളവും തന്നെയാണല്ലോ ഇവിടെ. അതൊക്കെ നല്ല ലക്ഷണമല്ലേ? കൊള്ളാം. ഏതായാലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടായി. ഞാൻ എന്റെ പ്രജകളെ കാണാൻ പോവുക. നീ ഒരു കമ്പനിക്ക് എന്റെ കൂടെ വായോ. എന്റെ മാവേലി, ഈ 2011 ഈ പഴഞ്ചൻ ഓലക്കൊടയുമായി ഈ വെയിലും കൊണ്ടാലും ഞനക്കാൻ എന്നെ കിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ? ആദ്യം ഈ കുട മാറ്റി ഒരു കളർ കുട മേടിക്കേ, പിന്നെ ചെത്തി നടക്കാൻ ഒരു 2 വീലറും. നീ ആള് കൊള്ളാലോ. ഏതായാലും നിന്റെ ആഗ്രഹം പോലെ തന്നെ ആവട്ടെ ഇത്തവണത്തെ യാത്ര. കൊള്ളാം, നല്ല ബെസ്റ്റ് പ്ലേസ്. നമുക്ക് ഇവിടുന്ന് ആരംഭിക്കാം. അല്ല, ഇതെന്താ പരിപാടി? വഴക്ക് വിത്ത് സുഭദ്ര എന്നൊരു റോഡ് ഷോ ഉണ്ട്, അതിന്റെ ഷൂട്ടിങ്ങിനായിട്ട് വന്നതാണ്. വഴക്ക് വിത്ത് സുഭദ്രയോ? കേട്ടോടാ ടിന്റു മോനെ, ഇതെന്ത് പരിപാടിയാ? ഞാൻ എവിടെ ഷൂട്ടിന് പോയാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ വഴക്കിന് വരും. പിന്നെ വഴക്കായി ബഹളമായി ആകെ മൊത്തം പ്രശ്നമായിരിക്കും. ഒരു കാരണമില്ലാണ്ട് വഴക്കുണ്ടാവോ? പിന്നെ നിനക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലേ എന്റെ കാന്ത ക്ലാസ്. പിന്നെ ഈ പൊട്ടക്കാരിൽ നോക്കി അങ്ങ് തേഞ്ഞു പോവോ? തനിക്ക് ശരിക്കും അറിയില്ല. എന്നോട് അവന്റെ കളി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ടിന്റു മോനെ, ഈ വഴക്ക് വിത്ത് സുഭദ്ര എന്ന് പറയുന്ന പരിപാടി എങ്ങനെയാ ഉണ്ടാവണേന്ന്. ഉത്സവ സീസൺ ആയാൽ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക ഇനം പാമ്പുകളെയാണ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് കരിമൂർക്കനെയാണ്. പേടിക്കണ്ട, ഇത് കരിമൂർക്കൻ. സാധാരണയായി കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ കരിമൂർക്കൻ എന്ന് പറയുന്നത്. ബോധമില്ലാതെ മണ്ണ് തിന്നുന്ന പ്രകൃതക്കാരനാണ് ഈ ഇനം. തഴച്ചു വളർന്ന പുൽച്ചെടികൾക്കിടയിലും കുറ്റിക്കാട്ടിലും കിടക്കുന്ന ഇത്തരം പാമ്പുകൾ തൊട്ടടുത്തുള്ള വൃക്ഷങ്ങളിലേക്ക് പടർന്നു കയറാൻ ശ്രമിക്കും. വേരുകൾക്കിടയിൽ തല കീഴായി കിടന്നുറങ്ങുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പൊതുവെ ശാന്ത സ്വഭാവമാണെങ്കിലും ഉഗ്രവിഷമുള്ള ഇരുതലമൂരിയാണ്. പകലന്തിയോളം ഒരുമിച്ച് ജോലി ചെയ്യുന്നവരോ ഇണപിരിയാത്ത സുഹൃത്തുക്കളോ ആയിരിക്കും ഇരുതലമൂരി എന്ന ഈ ഇനത്തിൽപ്പെടുന്ന പാമ്പുകൾ അധികവും. രാത്രികാലമായാൽ ഇവയ്ക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങിപ്പോകാൻ ഒരു തലയെ മറ്റേ തല സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ ഇരുതലമൂരികൾ സാധാരണയായി കിടന്നിടത്ത് തന്നെ കിടക്കുന്നതായാണ് കണ്ടുവരുന്നത്. വിഷം വാങ്ങാനുള്ള പണം ഷെയർ ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക മാന്ദ്യം ഇരുതലമൂരികൾക്ക് സംഭവിക്കാറില്ല. പാമ്പുകളിൽ തന്നെ കാണുന്നവർക്ക് കൗതുകമുണർത്തുന്ന പെരുമ്പാമ്പാണ് മധ്യ കേരളത്തിലെ മറ്റൊരു പാമ്പ്. മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി പെരുംവയറോടുകൂടി ഇര വിഴുങ്ങി കിടക്കുകയാണ് പതിവ്. മനസ്സമ്മതം, ക്ഷണിക്കാത്ത കല്യാണം, അടിയന്തരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പോയി ഓസിന് തട്ടിക്കയറ്റുന്ന ഇത്തരം പാമ്പുകൾ ദഹനം കിട്ടുന്നതിന് വേണ്ടിയാ ഇങ്ങനെ കിടക്കുന്നത്. കൊച്ചി, മുംബൈ തുടങ്ങിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രം കാണപ്പെടുന്ന റോയൽ ഫാമിലിയിൽപ്പെട്ട ഒരിനം പാമ്പാണ് രാജവെമ്പാല. രാജകീയ പ്രൗഢിയിലാണ് ഇവയുടെ കിടപ്പ്. നമ്മൾ ആദ്യം പരിചയപ്പെട്ട കരിമൂർഖന്റെ അളിയനായിട്ട് വരും ഇവ. ചെക്ക് ബുക്ക്, ATM കാർഡ്, ലാപ്ടോപ്പ്, പണം നിറച്ച പേഴ്സ് എന്നിവയുടെ നടുക്കായിരിക്കും ഇവയുടെ ശയനം. പൊതുവഴി ഇവരുടെ തറവാട്ട് സ്വത്തെന്ന ഭാവത്തിൽ ദേശീയപാതയുടെ അരികിലായിട്ടായിരിക്കും ഇത്തരം പാമ്പുകളുടെ കിടപ്പ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് എട്ടടി മൂർഖൻ എന്ന പ്രത്യേകതരം പാമ്പിനെയാണ്. വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയും അവ വഴിയോരങ്ങളിൽ വിതറി അവയ്ക്ക് മേൽ അടയിരിക്കുകയും ചെയ്യുക എന്നതാണ് എട്ടടി മൂർഖന്റെ പ്രത്യേകത. ഇത്തരം പാമ്പുകൾക്ക് 8 അടിയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാറില്ല. ഈ പാമ്പുകളുടെ മറ്റു ചില പ്രത്യേകതകൾ. ചേട്ടാ ചേട്ടാ, അയ്യോ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് ആവശ്യമായ ടച്ചിങ് സ്കിൽ കിട്ടിയില്ലെങ്കിൽ ചിക്കന്റെ കാലാണെന്ന് കരുതി ഏത് കാലും കടിച്ചു പറിക്കും.
പഠിപ്പിക്കണ്ടടി ദേ എന്റെ ചെരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയത്തില്ല. നിന്നെ ഞാൻ കാണിച്ചു തരട്ടെ. ഒന്നും പറയണ്ട നീ ഉണ്ടല്ല നിന്നെ എനിക്ക് ദേ നോക്കിയിട്ടുണ്ട് മോനെ. എന്റെ മുട്ടുകാലം ഇവിടെ കയറ്റി കൊടുത്ത് തന്നണ്ടല്ലോ ഞാൻ. നീ എന്റെ മനുഷ്യന്റെ കാര്യക്ക് ഇത്രേ ഉള്ളൂ. കണ്ടാ മാന്യനാ, പക്ഷെ തലക്ക് വട്ടായി പോയി എന്താ നീ ഓരോന്നും വിചാരം നിന്റെ തോന്നിയാസം തുടരാൻ എനിക്ക് കിട്ടില്ലടി. നീ എന്താ നിന്റെ ആങ്ങളമാരെ കൂടെ എന്നെ ഇടിപ്പിക്കോ നീ? അയാൾ ഒറ്റയ്ക്ക് വർത്താനം പറയാ കേട്ടാ. പ്രാന്താ, മുഴു പ്രാന്ത്. മാവേലി വിചാരിക്കുന്നുള്ള അയാളൊരു ഭ്രാന്തനൊന്നും അല്ല. പിന്നാരാ പൊട്ടന? അയാളുടെ ചെവിയിൽ ഒരു കുന്ത്രാണ്ട ഫിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? അയാളെന്താ പൊട്ടന? അതാണ് ബ്ലൂടൂത്ത്. ബ്ലൂടൂത്തോ? നീ വലിയ ആളെന്ന് വിളിക്കാൻ കണ്ടോ? അയാളുടെ ഭാര്യ ചീത്ത വിളിക്കുക. അടിച്ചു നിന്റെ കൊല്ലിയ താഴെ. ഭാര്യയാണ് ആ പെട്ടത്തലയും ചീത്ത വിളിച്ചെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? നിന്റെ തോന്നിവാസത്തിൽ തുള്ളാനെ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ കേട്ടാൽ അറിഞ്ഞൂടെ മാവേലി? സ്വന്തം ഭാര്യയോടാണെന്ന്. കാമുകയോടാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടും സ്വീറ്റ് ആയിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ സംസാരിക്കാറുള്ളൂ. കൊച്ചിക്കാന്താരി നീ ആള് കൊള്ളാലോ. മൊബൈൽ ഫോണിലൂടെ സംസാരിച്ച് പരിസരബോധം നഷ്ടപ്പെട്ട് സ്വയം അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ആളുകളെ മാവേലി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെങ്ങനെയാ? അങ്ങനെ ഒരുപാട് മദ്യപാനുണ്ട്. ആണോ? ഞാൻ കാണിച്ചുതരാം. മാവേലി വണ്ടിയിലോട്ട്